വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ഡെസ്റ്റിനേഷൻ വിസിറ്റ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇത് US-ലെ ഒഹായോ സ്റ്റേറ്റിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേവ് സിസ്റ്റമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഈ ഒഹായോ കവേൺസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ മിനറൽ ഫോർമേഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതിവിടെ ഒഹായോയിലുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു കേവ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ എത്തിയിട്ട് എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗൈഡഡ് ടൂറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 50 മിനിറ്റ്സോളം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഈ ഗൈഡഡ് ടൂറിൻ്റെ ഡ്യൂറേഷൻ. ഇത് ഏതാണ്ട് ഒരു 1 മൈലോളമുള്ളൊരു പാസേജാണ്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലത്തും ഡിഫറെൻറ്റ് ഡെപ്താണ് ഇതിന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 30 അടി മുതൽ 103 അടി വരെ ഇതിൻ്റെ പല സ്ഥലത്തും ഡെപ്ത് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഈ കേവിൽ പാസേജിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഫോർമേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് കാലത്തെ മിനറൽ ഡെപ്പോസിറ്റ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഈ കളർഫുള്ളായിട്ടുള്ള ഫോർമേഷൻസ് എല്ലാം മിനറൽ കാൽസൈറ്റിൻ്റെ ഒരുപാട് കാലത്തെ ഡെപ്പോസിഷൻ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലെ 90% ഫോർമേഷൻസും സ്റ്റിൽ ആക്റ്റീവാണ്. അതായത് ഇതൊക്കെ ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ പാസേജിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളും ഇവരുടെ റെനോവേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോർമേഷൻസിൻ്റെ സൈഡിലൊക്കെ ഈ കളേർഡ് ലൈറ്റ്സ് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു 54 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അതായത് പുറത്ത് എത്ര ചൂടോ തണുപ്പോ ആയാലും ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഏത് സമയത്തും 54-ലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു കറണ്ട് ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് 1 ഇഞ്ച് ഇതുപോലെയുള്ള ഫോർമേഷൻസ് ഉണ്ടാവാനായിട്ട് ഏകദേശം 500 ഇയേഴ്സ് എടുക്കുന്നുള്ളതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒഹായോ കവേൺസ്.